നിങ്ങളൊരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഒരാശുപത്രി പോവുകയാണെങ്കിൽ 5 കൊല്ലമൊന്നും വേണ്ട, അതിന് മുമ്പ് തന്നെ വരും. യു ആർ നോട്ട് ഗോയിങ് ടു ബി മെറ്റ് ബൈ എ ഹ്യൂമൻ ഡോക്ടർ. യു ആർ ഗോയിങ് ടു സീ എൻ AI ഡോക്ടർ who will do a much better job. Much better job. കാര്യം ഇയാളുടെ ആ ഡേറ്റ അനാലിസിൻ്റെ കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺബിലീവബിളാണ്. ദി ഗ്യാതറിങ് ഓഫ് ദ ഡേറ്റ, അതിൻ്റെ സ്പീഡ് അപാരമാണ്. അത് ഫെമിലിയർ വിത്ത് ഇല്ലല്ല. ഗൂഗിൾ ജെമിനിയൊക്കെ നോക്കാറുണ്ടോ? യുനോ അവരെ കൊണ്ട് എഴുതിക്കാൻ നോക്കേണ്ടത്, യു ആസ് സം ഡീറ്റെയിൽ. അതിന് അറിഞ്ഞൂടാന്ന് പറയുകയും ചെയ്യും. പക്ഷെ നേരെ തിരിച്ച് അത് തപ്പിയെടുക്കുന്ന ഇൻഫർമേഷൻ, ജനറ്റിക് ഡയഗ്നോസിസ് പറയും, ഇത് ക്രോമസോം 10 മറ്റേ ഇതുള്ള 14th ക്രോമസോമിൽ ഒരു അബറേഷൻ, ഇതെന്ന് വേണേൽ പറഞ്ഞു തരും. ഗ്യാസ്പ് ചെയ്തു പോവും. ബട്ട് ദ ട്രൂത്ത് ഈസ് ഇറ്റ് ക്യാൻ. അതാണ് അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് വരും. ഇത് ഭയാനകമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഉദാഹരണം UL ഹറാരി പറയുന്ന മാതിരി നെക്സസിലോ മറ്റേ അൺസ്റ്റോപ്പബിളസിലോ അല്ലെങ്കിൽ എന്തുകൊണ്ടുമാണ് അയാളുടെ ഹോമോ ഡ്യൂസിലോ ഒക്കെ പറയുന്ന മാതിരി ഉള്ള ഒരു ഭീകരമായ ഒരു ഭാവിയാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. മില്യൺ കൊല്ലങ്ങൾ കൊണ്ട് പരിണമിച്ച സാധനങ്ങളെ ഇപ്പോൾ 5 കൊല്ലം 10 കൊല്ലം അല്ലെ 1 കൊല്ലത്തിനിടയിലെല്ലാം മാറ്റിയെടുക്കാൻ പ്രാപ്തമായ ടെക്നിക്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അതുമായിട്ട് കണക്ട് ചെയ്ത്, അതുപോലെ തന്നെ ബ്രെയിനിൽ കണക്ട് ചെയ്ത ന്യൂറാലിങ്ക് പോലുള്ള കമ്പനികൾ ബ്രെയിനിലെ കുഴപ്പങ്ങൾ ബ്രെയിനിൽ തന്നെ ഒരു പാർട്ടായിട്ട് മാറണം, ഒരു എക്സ്ട്രാ ബ്രെയിൻ ആയിട്ട് ഫിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ടല്ലോ. അതിന് നമ്മൾ അതിനെന്തെങ്കിലും ഒരു എത്തിക്കൽ പ്രശ്നമുണ്ടോ? ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ശരിക്കും പറയണമെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു ഫീൽഡാണ്, മനസ്സിലാവാത്തൊരു സാധനമാണ്. ഞാൻ ഐ ലവ് റൈറ്റിംഗ്. ഒരെണ്ണം ഞാൻ ഇത്രയും പ്രായമായതുകൊണ്ട് എനിക്ക് എഴുതാൻ കാലം പാടിയുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ പബ്ലിഷർ ഒരാളിൻ്റെ എഴുതുന്നത്, പിന്നെ സാറേ നിർത്തികൾ എഴുതാറ് ഈ പറഞ്ഞു വന്ന ആ ടോപ്പിക്ക് ഞങ്ങൾക്ക് വേണമെന്ന്. ഈ എയുടെ ഏറ്റവും വലിയ സാധനം എന്താണെന്ന് വെച്ചാൽ അതിന് അറിഞ്ഞൂടാന്ന് പറയും. സിംഗപ്പൂരിലെ ഒരു കവി സമ്മേളനത്തിൽ അവരുടെ ഒരു കവി ഗി ലീ സ്വീ എന്നാണ് അവൻ്റെ പേര്. അയാൾ റിലേഷൻ അടിച്ചെന്നെ അയാൾ പറയുന്ന സംഗതി എന്ന് വെച്ചാൽ ഈ പണ്ടാരം എന്നെക്കാളും ബെറ്ററായ കവിത എഴുതുന്നു. കാര്യം അതിന് ലോകത്തെ ആദ്യത്തെ ലിഖിത രൂപമായ ഒരു സാധനം എന്ന് പറയുന്നത് എപ്പിക് ഓഫ് ഗിൽഗാമെഷ്. നമ്മുടെ വേദങ്ങളെല്ലാം മറ്റേ എടുക്കുകയാണെങ്കിൽ എപ്പിക് ഓഫ് ഗിൽഗാമെഷ് എന്നുള്ള സാധനമാണ്. മെസപ്പൊട്ടേമിയൻ ഒരു എപ്പിക്കാണ്. എപ്പിക് ഓഫ് ഗിൽഗാമെഷിനകത്ത് അത് തൊട്ട് ഇന്നലെ ഈ കഴിഞ്ഞ മിനിറ്റിൽ വന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്ന പോയട്രി അടക്കം അതിൻ്റെ ഗിസ്റ്റ് മുഴുവനും ഈ എഐക്ക് 1 സെക്കൻഡിടയ്ക്ക് ആവാഹിച്ച് അതിൽ നിന്ന് തപ്പിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐഡിയാസും ഏറ്റവും നല്ല ആ ഡിക്ഷനും തപ്പിയെടുത്ത് ഞാനെവിടെ അതെവിടെയെന്നാണ്. പക്ഷേ ഇതേ കാര്യം തന്നെയല്ലേ കാൾ യുങ്ങിന്റെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിൽ പറയുന്നത് ഇതേ കാര്യം തന്നെയല്ലേ? ആണ്. ഈ കോൺഷ്യസ്നെസ് എന്നുള്ള സാധനം എടുക്കുകയാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. എന്നുവെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് കോൺഷ്യസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പീക്രി സാധനം. ആർ യു കോൺഷ്യസ്, ആർ യു നോട്ട് കോൺഷ്യസ്, ബസ് അത്രയേ ഉള്ളൂ.
ഈ കോൺഷ്യസ്നെസ് ഞാൻ ഗ്ലാസ്ഗോയിൽ പഠിച്ചുകൊണ്ടിരുന്ന തന്നെയാണ് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ വരുന്നത്. അതായത് തല തട്ടി മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഈസ് എന്താണ് അവൻ്റെ 4 സ്റ്റേജ് ഓഫ് ഡെപ്ത് ഓഫ് കോമ വരുന്നത്. അതല്ല കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് ഫോർ അസ് ദ സിമ്പിൾ ഡെഫിനേഷൻ നോയിങ് അത് സെൽഫ് ആൻഡ് ഈ സറൗണ്ടിങ്സിന് മാത്രമേ ഉള്ളൂ. അത് ഒരുമാതിരി തുക്കട ഡെഫിനേഷനാണ്. അതല്ല കോൺഷ്യസ്നെസ്. അറിവ് എന്നുള്ളത് ഒന്ന്, ബോധം എന്നുള്ളത് വേറൊന്ന്. ബോധമില്ലാതെ അറിവ് ഉണ്ടാകുമെന്ന് വെച്ചാൽ യെസ്, അവിടെയാണ് എയ്ക്ക് അപാരമായ അറിവാണ്. മെഡിക്കൽ ഫീൽഡിൽ വരുമ്പം രോഗിക്ക് സൗഖ്യം കൊടുക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ എത്രത്തോളം ഫിറ്റ് ആകും? ഇപ്പോൾ പോരാ, പക്ഷേ നാളെ ഉണ്ടായിക്കൂടാ നിർബന്ധമില്ല. ഡോക്ടർ എനിക്ക് പറയുണ്ടായി, നമ്മുടെ ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും മനുഷ്യന് ഇന്നും ഒട്ടും തന്നെ അറിയില്ലാത്തൊരു കാര്യം സ്വന്തം ബ്രെയിനിനെ കുറിച്ചാണ്, ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ട് നമ്മൾ തീരെ മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ ബ്രെയിൻ എന്നാണോ ഡോക്ടർ ഉദ്ദേശിച്ചത്? ഇത്രയും കൊല്ലം എൻ്റെ ബ്രെയിൻ മാത്രം പഠിപ്പിക്കുകയായിരുന്നു. ഉറപ്പായിട്ട് പറയാം. 2 എണ്ണം. ഒന്നൊരു കഥയിൽ തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ GK വാറുണ്ടല്ലോ, കൊനഷ്ട ചോദിക്കുള്ളൂ. ഞാനാണ് കേരളത്തിൽ ആദ്യമായിട്ട് DML എടുത്തു വരുന്ന 2 പേരിൽ ഒരാൾ. അപ്പോൾ വാരെ കാണാൻ പോയി, സാറിനെ കാണാൻ പോയി. സാറിൻ്റെ സാറുമാണ്. ഹി വാസ് ട്രെയിൻഡ് ഇൻ ന്യൂറോളജി ഫോർ എ ഷോർട്ട് ടൈം ഇൻ UK. അപ്പം ഇങ്ങനെ ചോദിക്കുന്നതെല്ലാം കൊനഷ്ടാണെന്ന് ഞാൻ പണ്ടേ അറിയാം. DML കഴിഞ്ഞില്ല, ഫൈൻ. സപ്പോസ് ഇഫ് ഐ സേ the brain is the best integrator of senses എന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിക്കുള്ളൂ. ഞാൻ കൊനഷ്ടേ ചോദിക്കുകയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് ഞാനൊരു സെക്കൻഡ് ആലോചിച്ചിട്ട് പറഞ്ഞു, നോ സാർ, ഐ വോണ്ട്. ദ ബ്രെയിൻ ഈസ് ദ ബെസ്റ്റ് ഡിസിൻറ്റഗ്രേറ്റർ ഓഫ് സെൻസസ്. കുറച്ചൊന്ന് താങ്ക് ഗോഡ് ദേ ഡിഡ്ന്റ് ഡിസ്ട്രോയ് യു, നിങ്ങളുടെ കമൻറ്റ്. അതാണ് ആൾ, ആ ടൈപ്പാണ്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, ഒരു സോളാർ സിസ്റ്റത്തിനേക്കാളും ഒരു സൗരയൂഥത്തിനേക്കാളും ഇതുകൊണ്ട് നമ്മളെല്ലാം കൊണ്ട് നടക്കുന്ന 1350 ഗ്രാം മാത്രമുള്ള ഈ മാംസപിണ്ഡത്തിന്. അതിൻ്റെ കണക്കുകളെല്ലാം മനസ്സിലാക്കാൻ പ്രയാസം. കുറേ കണക്കുകൾ പറഞ്ഞുതരാം. 100 ബില്യൺ സെൽസ്, 86 തൊട്ട് 100 ബില്യൺ ന്യൂറോൺസാണ് ഈ ബ്രെയിന്. ഈ 1350 ഗ്രാം. ഈ മില്യൺ ബില്യൺ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 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 എന്തോന്നോ കുറച്ച് വാക്കുകൾ. 1 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, 1 ട്രില്യൺ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ്സ് 31,709 കൊല്ലമാണ്. 1 ബില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 13 കൊല്ലങ്ങളാണ്. 1 മില്യൺ സെക്കൻഡ് എന്ന് വെച്ചാൽ 11.5 ദിവസങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിലാണ് 86 തൊട്ട് 100 ബില്യൺ സെൽസ്. ഈ 100 ബില്യൺ സെൽസിന് പ്രീഡിറ്റർമിൻ്റാണ് ഉണ്ടാകുന്ന ന്യൂറോൺ ചെല്ലേണ്ടിടത്ത് മാത്രമേ ചെല്ലാവൂ, വേറിടത്ത് ചെന്നുകൂടാ. ഇതിൻ്റെ കണക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ തമ്മിൽ ഓരോന്നിനും സിനാപ്റ്റിക് കണക്ഷൻസ് ഉണ്ട്. 500 ട്രില്യൺ സിനാപ്സസാണ്. നമ്മുടെ കണക്കിലൊന്നും വരുന്നേ ഇല്ല.
ഈ 500 ട്രില്യൺ സിനാപ്സസ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അല്ല, പലതും ഒരുമിച്ചാണ്. ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം, ബ്രെയിൻ ഈസ് ദ ബെസ്റ്റ് ഡിസിൻറ്റഗ്രേറ്റർ ഓഫ് സെൻസസ്. ഇപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത് ഈ പാടുവൃത്തനായ ഒരു പാവം പറയുന്നത് മാത്രം ഇല്ലേ? എൻ്റെ പുറകുവശത്ത് ഒരു ഡെസ്ക്ടോപ്പിൻ്റെ കമ്പ്യൂട്ടർ ഇരിക്കുന്നതോ എൻ്റെ പുറത്ത് കുറേ വയറുകൾ തൂങ്ങിക്കിടക്കുന്നോ ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല, കാണുന്നില്ല ഇല്ലേ? നിങ്ങൾ എന്നെ മാത്രം കാണുന്നു. എന്നാൽ നിങ്ങളുടെ ആ ക്യാമറ എടുത്ത് നോക്കുക, അതിനകത്ത് എന്താണ് വയറും ഗിയറും എന്താണ് വൃത്തികെട്ട സാധനം എല്ലാം അതിനകത്തുണ്ടാവും. പക്ഷെ നിങ്ങൾ കാണുന്നതേ ഉള്ളൂ. നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കേൾക്കുന്നത് ഞാൻ പറയുന്നത് മാത്രം. ആംബിയൻ സൗണ്ട്സ് ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല. ഈ എ സിയുടെ ഒച്ച നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പിറകുവശത്ത് ആ കസേരയിലിരിക്കുന്ന ഒരു അസ്കിത നിങ്ങൾ അറിയുന്നില്ല. ദിസ് ഈസ് ബിക്കോസ് ദ ബ്രെയിൻ ഈസ് ട്യൂൺഡ് അപ്പ് ഫോർ സെലക്ടിങ് വാട്ട് ഈസ് റിക്വയർഡ്. അതായത് നമ്മൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, അതിന് തോന്നണം. യുവർ ബ്രെയിൻ മേക്സ് യു സീ വാട്ട് യു വോണ്ട് ടു സീ, വാട്ട് യു ഷുഡ് സീ, നത്തിങ് മോർ. ഇയാൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേ പുസ്തകത്തിൻ്റെ വരികളല്ലാതെ വേറെ അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഉറുമ്പിനെ കാണുന്നില്ല. അതിൻ്റെ അപ്പുറത്തൂടെ പോകുന്ന എന്താണ് പഴുതാര പോവുകയാണെങ്കിലും കാണുന്നില്ല. ഇയാൾ ആ വരികൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ.